പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സങ്കീർണവും വഷളായതുമായ യുദ്ധ സാഹചര്യങ്ങൾ പുതിയൊരു അപകടകരമായ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രാദേശികമായ സൈനിക സംഘർഷങ്ങൾക്കിടയിൽ സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട യാത്രാ സംവിധാനങ്ങളെ പോലും ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നതിന്റെ വ്യക്തമായ തെളിവുകൾ പുറത്തുവരുന്നു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അതീവ തന്ത്രപ്രധാനമായ സിവിലിയൻ വ്യോമയാന അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായെന്ന കുവൈറ്റിന്റെ ഔദ്യോഗിക വെളിപ്പെടുത്തൽ പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും വലിയൊരു യുദ്ധഭീതിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. കുവൈറ്റ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം വിമാനത്താവളത്തിലെ റഡാർ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്. വ്യോമയാന മേഖലയിൽ വിമാനങ്ങളുടെ സുരക്ഷിതമായ യാത്രയ്ക്കും എയർ ട്രാഫിക് മാനേജ്മെന്റിനും ഏറ്റവും അത്യാധുനികവും സുപ്രധാനവുമായ ഘടകമാണ് റഡാറുകൾ. ഈ റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ പ്രഹരം വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും തകിടം മറിക്കുന്നതിനൊപ്പം വൻതോതിലുള്ള ഭൗതിക നഷ്ടങ്ങൾക്കും കാരണമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ആക്രമണത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന തരത്തിൽ റഡാർ സ്റ്റേഷനുകളിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന ഗുരുതരമായ വിവരവും കുവൈറ്റ് അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട്. സിവിലിയൻ വിമാനത്താവളങ്ങളെയും അവിടുത്തെ നിഷ്കളങ്കരായ ജീവനക്കാരെയും ലക്ഷ്യമിട്ടുള്ള ഇത്തരം സൈനിക നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന വാദത്തിന് ഇത് ശക്തി പകരുന്നു. പരിക്കേറ്റവരുടെ കൃത്യമായ എണ്ണമോ അവരുടെ ആരോഗ്യനിലയോ വ്യക്തമല്ലെങ്കിലും ആക്രമണം അതീവ ആസൂത്രിതമായിരുന്നുവെന്നാണ് ലഭ്യമാക്കുന്ന സൂചനകൾ. ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് കുവൈറ്റ് ഭരണകൂടം ഇതിനോടകം തന്നെ ശക്തമായ നയതന്ത്ര നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ആഗോള വ്യോമയാന സംഘടനയായ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന് കുവൈറ്റ് ഔദ്യോഗികമായി പരാതി നൽകി കഴിഞ്ഞു. തങ്ങളുടെ വിമാനത്താവളത്തിലെ റഡാർ സംവിധാനങ്ങൾ നേരിട്ട് ആക്രമിക്കപ്പെട്ടുവെന്ന് വ്യക്തമാക്കുന്ന ഔദ്യോഗിക കത്താണ് കുവൈറ്റ് ICAOയ്ക്ക് കൈമാറിയിട്ടുള്ളത്. പശ്ചിമേഷ്യയിലെ നിലവിലെ സൈനിക അസ്ഥിരതയ്ക്കിടയിൽ ഒരു ഗൾഫ് രാജ്യം തങ്ങളുടെ സിവിലിയൻ വ്യോമയാന മേഖല നേരിട്ട് ആക്രമിക്കപ്പെട്ടുവെന്ന് പരസ്യമായി സമ്മതിക്കുന്ന ആദ്യത്തെ സംഭവങ്ങളിൽ ഒന്നാണിത്. സാധാരണയായി ഗൾഫ് രാജ്യങ്ങൾ ഇത്തരം നയതന്ത്രപരവും സൈനികവുമായി പ്രതിസന്ധികൾ പരസ്യപ്പെടുത്തുന്നതിൽ വലിയ നിയന്ത്രണങ്ങൾ പാലിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ കുവൈറ്റ് തങ്ങളുടെ നിലപാട് പരസ്യമാക്കാൻ തയ്യാറായത് സ്ഥിതിഗതികൾ അവരുടെ നിയന്ത്രണത്തിനും അപ്പുറത്തേക്ക് ഗുരുതരമായി മാറിയതുകൊണ്ടാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. സിവിലിയൻ വിമാനത്താവളത്തിലെ റഡാറുകൾ തകരാറിലായതോടെ കുവൈറ്റിന്റെ ആകാശ പരിധിയിലൂടെയുള്ള വിമാന സർവീസുകളുടെ സുരക്ഷ വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ പ്രതിദിനം നൂറുകണക്കിന് വാണിജ്യ വിമാനങ്ങൾ കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ വ്യോമപാതയാണിത്. കൃത്യമായ റഡാർ നിരീക്ഷണം സാധ്യമാകാത്ത സാഹചര്യത്തിൽ വിമാനങ്ങൾ തമ്മിൽ ആകാശത്ത് വെച്ച് കൂട്ടിയിടിക്കുന്നതുൾപ്പെടെയുള്ള വൻ ദുരന്തങ്ങൾക്കുള്ള സാധ്യത വ്യോമയാന വിദഗ്ധർ തള്ളിക്കളയുന്നില്ല. ഈ ആക്രമണം കുവൈറ്റിലെ ജനങ്ങൾക്കിടയിലും വിദേശികളായ പ്രവാസികൾക്കിടയിലും വലിയ രീതിയിലുള്ള ആശങ്കകളാണ് പടർത്തിയിരിക്കുന്നത്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്യാനിരുന്ന പലരും തങ്ങളുടെ യാത്രകൾ മാറ്റിവെക്കുകയോ മറ്റ് സുരക്ഷിതമായ വിമാനത്താവളങ്ങളെ ആശ്രയിക്കുകയോ ചെയ്യുന്നുണ്ട്. മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ഭീതിയിൽ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും വിനോദസഞ്ചാര മേഖലയെയും ഗുരുതരമായി ബാധിക്കും. ഇറാനും മറ്റ് പ്രാദേശിക ശക്തികളും തമ്മിലുള്ള നിഴൽ യുദ്ധം ഇപ്പോൾ അയൽ രാജ്യങ്ങളിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെയും ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിന്റെ കൃത്യമായ തെളിവാണ് കുവൈറ്റിലെ ഈ സംഭവം. മേഖലയിലെ വൻ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങളിൽ നേരിട്ട് പങ്കാളികളാകാത്ത കുവൈറ്റിനെ പോലെയുള്ള രാജ്യങ്ങൾ പോലും ഇതിന്റെ ഇരകളാക്കുന്നത് പശ്ചിമേഷ്യയുടെ ഭാവിയെക്കുറിച്ച് കറുത്ത ചിത്രമാണ് നൽകുന്നത്. പ്രാദേശിക സമാധാനത്തിന് വേണ്ടി കുവൈറ്റ് നടത്തിവന്ന നയതന്ത്ര ശ്രമങ്ങൾക്കും ഇത് വലിയൊരു തിരിച്ചടിയാണ്. കുവൈറ്റിന്റെ ഈ ഗുരുതരമായ ആരോപണത്തോട് ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്നിരുന്നാലും മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിനും തങ്ങളെ ഉപരോധിക്കുന്ന സഖ്യകക്ഷികൾക്കുമുള്ള മുന്നറിയിപ്പായിട്ടാണ് ഇത്തരം തന്ത്രപ്രധാനമായ ആക്രമണങ്ങളെ അന്താരാഷ്ട്ര നിരീക്ഷകർ കാണുന്നത്. ഇറാൻ നേരിട്ടല്ലെങ്കിൽ പോലും അവരെ അനുകൂലിക്കുന്ന മറ്റു സായുധ ഗ്രൂപ്പുകളാണോ ഈ ആക്രമണത്തിന് പിന്നിലെന്ന കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വ്യോമയാന സംഘടനയായ ICAO ഈ പരാതിയിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. സിവിലിയൻ വിമാനത്താവളങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്കെതിരെ കർശനമായ ഉപരോധങ്ങളും ആഗോള നടപടികളും സ്വീകരിക്കാൻ അന്താരാഷ്ട്ര നിയമങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. എന്നാൽ പശ്ചിമേഷ്യയിലെ നിലവിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരം സംഘടനകളുടെ ഇടപെടലുകൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നത് കണ്ടറിയണം. ഈ സംഭവത്തോടെ കുവൈറ്റ് തങ്ങളുടെ ആഭ്യന്തര സുരക്ഷാ ക്രമീകരണങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും കൂടുതൽ ശക്തമാക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്.
അതിർത്തികളിൽ കൂടുതൽ അത്യാധുനിക മിസൈൽ വിരുദ്ധ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കുന്നതിനെ കുറിച്ച് കുവൈറ്റ് സൈനിക നേതൃത്വം ആലോചിക്കുന്നുണ്ട്. അമേരിക്ക ഉൾപ്പെടെയുള്ള തങ്ങളുടെ പാശ്ചാത്യ സഖ്യകക്ഷികളുമായി കുവൈറ്റ് ഇതിനോടകം തന്നെ അടിയന്തര സുരക്ഷാ ചർച്ചകൾ ആരംഭിച്ചതായാണ് വിവരം. പശ്ചിമേഷ്യയിലുടനീളമുള്ള മറ്റ് വിമാനത്താവളങ്ങൾക്കും ഈ സംഭവം വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. UAE, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ അയൽ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളും തങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സിവിലിയൻ വ്യോമപാതകൾ സുരക്ഷിതമല്ലെന്ന തോന്നലുണ്ടായാൽ ആഗോള വിമാന കമ്പനികൾക്ക് പശ്ചിമേഷ്യൻ മേഖല പൂർണ്ണമായും ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. ഇത് ആഗോള ഗതാഗത രംഗത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. വാണിജ്യ വിമാന സർവീസുകളെ ലക്ഷ്യമിട്ടുള്ള സൈനിക നീക്കങ്ങൾ ആഗോള സാമ്പത്തിക രംഗത്തും വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. ഇൻഷുറൻസ് പ്രീമിയം തുക വർദ്ധിക്കുന്നതിനും വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയരുന്നതിനും ഇത് കാരണമാക്കും. ഇന്ധന വിതരണ ശൃംഖലയെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആഗോള യാത്രാ ശൃംഖലയും എന്നതിനാൽ ഈ പ്രതിസന്ധി ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒന്നായി മാറാൻ അധിക സമയം വേണ്ടിവരില്ല. വരും ദിവസങ്ങളിൽ കുവൈറ്റിലെ റഡാർ സംവിധാനങ്ങൾ എത്രയും വേഗം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും നടക്കുക. മറ്റ് സഖ്യരാഷ്ട്രങ്ങളുടെ സാങ്കേതിക സഹായത്തോടെ തകർന്ന അടിസ്ഥാന സൗകര്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കാൻ കുവൈറ്റ് സിവിൽ ഏവിയേഷൻ വിഭാഗം ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ആകാശത്തുയർന്ന ഭീതിയുടെ കറുത്ത മേഘങ്ങൾ അത്ര പെട്ടെന്ന് ഒഴിഞ്ഞു പോകാൻ സാധ്യതയില്ല. കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണം പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ ഭീകരത സിവിലിയൻ മേഖലകളിലേക്ക് എത്രത്തോളം ആഴ്ന്നിറങ്ങിയിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ വിളംബരമാണ്. നയതന്ത്ര ചർച്ചകളിലൂടെയും സമാധാന ശ്രമങ്ങളിലൂടെയും ഈ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ പശ്ചിമേഷ്യൻ ആകാശം വാണിജ്യ വിമാനങ്ങൾക്ക് പൂർണ്ണമായും അപ്രാപ്യമാകുന്ന ഒരു ദുരന്തകാലമായിരിക്കും വരാനിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾ ഈ വിഷയത്തിൽ എത്രയും വേഗം ഒന്നിച്ചിടപെടേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുന്നു.